അപ്പോൾ നമ്മൾ ഇന്നിതാ ഒരു ഗോതമ്പ് പായസമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഞാൻ കിട്ടിയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടാണ് അത് നമ്മൾ കുതിർത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഗോതമ്പ് നുറുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം നനച്ചത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് കഴുകിയിട്ട് ഇതേ പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിലാണ് ഇതേ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാനിയാക്കാൻ വയ്ക്കാം കേട്ടോ. അഴുക്കൊക്കെ നീക്കി കളയാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ച് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ കണ്ടില്ല, അഴുക്കൊക്കെ അരിപ്പയിൽ നല്ലോണം ഉണ്ട് കേട്ടോ. ശർക്കരയിൽ കുറച്ചൊക്കെ അഴുക്കുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കാം കേട്ടോ ഈ പാത്രം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, ശർക്കരപ്പാനി ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഗോതമ്പിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണ്. ആദ്യം കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഒന്ന് തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഇതാക്കിയത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ ഗോതമ്പം ഒന്നുകൂടി ഇതായി വരും, വേവാത്ത ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായി തിളച്ച് ഒന്നുകൂടി ശർക്കര നമ്മളെ ഗോതമ്പിലേക്കൊക്കെ പിടിച്ച് നന്നായിട്ടൊന്നായി വരണം. അതുവരെ ശർക്കരപ്പാനി അതും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വെന്ത് പാകമായി വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് വല്ലാണ്ട് തിള വരണ്ട. അതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് അതിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 3 ഏലക്കായ ഞാൻ വറുത്ത് പൊടിച്ചതാണിത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര പായസം ആയതുകൊണ്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, തേങ്ങ കഷ്ണങ്ങളായിട്ട് നെയ്യിൽ വറുത്ത് കോരി വെച്ചതാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മോളിതാ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഇനി എല്ലാവരും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.